പാലാ നഗരത്തിൽ വെള്ളക്കെട്ട് തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലായിൽ ഒരുപാടിടങ്ങളിൽ കടകളിലും ഒക്കെ വെള്ളം കയറിയതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അതേ സാഹചര്യമാണ്. നമുക്കറിയാം, അതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള അണക്കെട്ടുകളൊക്കെ തുറന്നിട്ടുള്ളതുകൊണ്ട് പാലാ നഗരത്തിൽ ഇനിയും നിലവിലുള്ളതുപോലെയോ അല്ലെങ്കിൽ ഇനിയും ഉയരാനോ സാധ്യതയുണ്ട് ജലനിരപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി പാലായിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, പാലായിൽ എങ്ങനെയാണ് അവസ്ഥ? കുറച്ചൊക്കെ വൃത്തിയാക്കാനൊക്കെ തുടങ്ങിയിരുന്ന ഇടങ്ങൾ പോലും വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതിയായോ? തീർച്ചയായിട്ടും ശനിയാഴ്ച പെയ്ത് വെള്ളം പൊങ്ങിയിരുന്നു. പക്ഷെ അത്രയും വെള്ളം ഉയർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ശനിയാഴ്ചത്തെ ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു അടയാളം കാണിച്ചു തരാം. ശനിയാഴ്ച പെയ്ത മഴയിൽ അല്ലെങ്കിൽ വന്ന വെള്ളത്തിൽ ആ ഒരു ഫ്ലെക്സിൽ ഒരു അടയാളം വീണിട്ടുണ്ട്. ആ ഫ്ലെക്സിന്റെ അടയാളം വീണ സ്ഥലം വരെ, അതായത് ഒരാൾ പൊക്കത്തോളം ഉയരത്തിൽ ഇവിടെ വെള്ളം പൊങ്ങിയിരുന്നു. പക്ഷെ ഇന്ന് അതിനേക്കാൾ വളരെ താഴെയാണ് നിലവിലെ ജലനിരപ്പിന്റെ നില. പക്ഷേ പോകെ ഈ വെള്ളം വീണ്ടും ഉയർന്നു വരുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ സംബന്ധിച്ച് ചോദിക്കാം. ചേട്ടാ, ശനിയാഴ്ച അത്രയും വെള്ളം പൊങ്ങിയിട്ടില്ലോ? പൊങ്ങുമോ? അത് എന്താ അവസ്ഥ? പൊങ്ങാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തുകൊണ്ടാ പറയുന്നത്? മലയോര മേഖലകളിലെല്ലാം അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പൊങ്ങാനുള്ള ചാൻസാണ് കാണുന്നത്. ഇപ്പോഴാണ് ലേശം മഴ ശമിച്ചത്. ഇപ്പം മഴ മാറി നിൽക്കുന്നുള്ളത് ആശ്വാസമല്ലേ? അതെ, ഇപ്പോഴും അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മുകളിൽ നിന്ന് വെള്ളം വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. അവിടെ വരെ ഉയർന്നില്ല. ബാണ്ടറിന്റെ ഒരു പകുതിക്കോളം അത്ര ഇവിടെയൊക്കെ നമ്മൾ നിൽക്കുന്നിടത്ത് അരയപ്പം വെള്ളം വന്നിരുന്നത്. അപ്പം ഭീതികരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ടല്ലേ? ഉണ്ട്. വണ്ടികളൊന്നും കടന്നു പോകത്തില്ല. അവിടെ ഇവിടെയെല്ലാം വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടേക്കും. പാലാ കോട്ടയം റൂട്ടാണല്ലേ? ഇത് പാലാ കോട്ടയം റൂട്ട്. പാലാ കോട്ടയം റൂട്ട് ആ റോഡ് പൂർണ്ണമായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇതുവഴി ഇപ്പം വണ്ടികളൊന്നും ഓടുന്നില്ല. ഇടയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാറുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾ, ഒരു കുടുംബം കുട്ടികളുമായിട്ട് പുറത്തിറങ്ങി ഈ വെള്ളപ്പൊക്കം ആസ്വദിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ കുട്ടികളെയും കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഈ വെള്ളത്തിന്റെ നിലയൊക്കെ. അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഇവിടെ നിന്നപ്പോൾ കണ്ടു. അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിലൂടെ നടന്നു പോകുന്നത്. കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ വലിയ അപകടങ്ങളും പതിയിരിപ്പുണ്ട്. കാരണം അവിടെ കുഴികളൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ കുട്ടികളാകുമ്പോൾ വളരെ വേഗത്തിൽ വീണ് പോകും. അതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അത് സൂക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ വലിയ വാഹനങ്ങൾ മാത്രമേ ഇപ്പോൾ പാലാ ഈ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നുള്ളൂ. ബസ്, ലോറി അങ്ങനെയുള്ള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇരുചക്ര വാഹനങ്ങൾക്കൊന്നും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്ക് ആളുകളോട് തന്നെ കൂടുതൽ ചോദിച്ചറിയാം. ചേട്ടൻ രാവിലെ തൊട്ട് ഇവിടെ വീഡിയോ എടുക്കുവാണല്ലോ? അതെ. ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിനുവേണ്ടി എടുക്കുക. അപ്പൊ ഇവിടെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. അവസ്ഥയുണ്ടോ ഇന്ന്? ഇല്ല. ഇപ്പൊ വെള്ളം ഇറങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇപ്പൊ ഒരു ലെവലായിട്ട് താഴെ. ഇപ്പൊ 19 അവിടെ 19 നിൽക്കുന്നത്. അതൊരു 20-21 ആകുമ്പോഴത്തേക്കും വെള്ളം അപ്പുറത്തെ സൈഡിലെല്ലാം കയറി. കുരിശുപള്ളി കവലയില് മിനിഞ്ഞാന്ന് വെള്ളം കയറി. നന്നായിട്ട്. ഇന്നില്ല. ഇന്ന് അവിടെ എല്ലാം കുറഞ്ഞു. അവിടെ ഒന്നും കയറാന്നുണ്ട്. ഇപ്പൊ കടയിലേക്ക് വെള്ളം ഇറങ്ങി. ഇപ്പൊ കടയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. ഇനി കയറുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ശല്യം. അവിടെ ഒത്തിരി നാശനഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ആ ടൗണിലെ കടയിലും അവിടെ എല്ലാം പച്ചക്കറി കടയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ. എന്താ ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷം വെച്ച് നോക്കുമ്പോൾ ഈ വർഷം കൂടുതലാണ്? എന്താ? അല്ല, നമ്മൾ പണ്ടത്തെ വലിയ വെള്ളം ഒരു വെള്ളം മണ്ണായിരുന്നല്ലോ. അതിനുശേഷം നമുക്ക് വെള്ളം ഇന്നലത്തെ വെള്ളമാണ് ഇവിടെ ടോപ്പായിട്ട് വന്നത്. ഞാനിപ്പോ സിവിൽ ഡിഫൻസിൽ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. ശരി അരുണെ, മറ്റൊരു വാർത്ത എമർജൻസി പോകാനുണ്ട്. ഇപ്പോൾ പാലായിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് അരുൺ ലഭ്യമാക്കിയത്. അവിടെ വെള്ളമുണ്ട്. കഴിഞ്ഞ അല്ലെങ്കിൽ 2018 ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന ഇന്നലെയാണ്. വെള്ളം ഇറങ്ങും എന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് ആളുകൾ പ്രകടിപ്പിക്കുന്നത്. നോക്കാം.